എടോ താനെന്തീ കാണിക്കുന്നത്? കാണിച്ചില്ല, കാണിക്കാൻ പോകുന്നേ ഉള്ളൂ. എല്ലാരും കണ്ടോ? ഒളിഞ്ഞു നോക്കും കുളിസി. അതാ കാണാനുള്ള ഒരു തൊര. പെണ്ണെ നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഇതാക്കുമ്പോ ആരെയും പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? കുളിസീനൊക്കെ ആയാലും മമ്മു ബെസ്റ്റ്. നീ ആരോടാണ് എവിടെ നിന്നാണ് സംസാരിക്കണ ബോറം നിനക്ക് വേണം? അതായത് ഞാൻ ഒറ്റക്കല്ല കേട്ടോ, എന്റെ അപ്പുറം വേറൊരുത്തനും കൂടി ഉണ്ടാവും. ഇത്രയും കഷ്ടപ്പെട്ട് ഒളിഞ്ഞു നോക്കാൻ എന്തായിരുന്നു അവിടെ കാഴ്ച? ഒരു കുളിസീൻ. പിന്നെ കുളിയേ ദൈവമേ, കുളി കഴിഞ്ഞ് പോയിക്കാണോ? നമ്മുടെ അതേ വൈബിളില് ഒരാള്. ഇനി നീ വലിയ വായിൽ വർത്താനം പറഞ്ഞ എന്റെ കാലെ പിടിച്ചും പിച്ചലടിക്കും. അതിഥി ആദ്യം അല്പം ചളിപ്പോടെയാണ് ഒളിഞ്ഞുനോട്ടത്തെയും വീടുകളുടെ ജനലുകൾ കല്ലെറിഞ്ഞ് പൊട്ടിക്കാറുണ്ടായിരുന്നതിനെക്കുറിച്ചും പറഞ്ഞു തുടങ്ങുന്നതെങ്കിലും പിന്നീട് അവതാരക അറപ്പുളവാക്കുന്ന ചോദ്യങ്ങളോടെ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. നമ്മുടെ അച്ഛനെ അഭിനയിക്കാൻ അറിയാൻ പാടില്ല നീ പറഞ്ഞ എത്ര നടന്മാരെ അഭിനയിച്ച് കാണിക്കുന്ന അറിയാം. ഒരാള് പോലും നിന്നെ പുറത്താക്കണ്ടെന്ന് പറയുന്നില്ല, ഒരാള് പോലും പറയുന്നില്ല. ഞാൻ പോവൂല, ഒന്നും ചെയ്യൂല. ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായി. പുറത്താക്കല്ല, ഇത്രയും ഇടതില്ല മാത്രല്ലോ. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പോവൂലെന്നാലും ഞാൻ ആദ്യം കിടക്കുന്നത് കണ്ടില്ലേ? ഇങ്ങനെ ഫസ്റ്റ് വന്നപ്പോ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. അപ്പൊ ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ സോറി പറയാണ്. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ആ ഒരു ഇന്ററാക്ഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ക്ഷമിക്കണം. സോറി.